അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1281. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അംഫിഖി, നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നോ നിങ്ങൾ ചെലവഴിക്കണം. വലാ തുഹ്സി, അത് എണ്ണി തിട്ടപ്പെടുത്തി വെക്കരുത്. അത് എണ്ണിങ്ങനെ വെക്കുക, കൃത്യമായിട്ട് അത് ചെലവഴിക്കാതെ അതിങ്ങനെ തിട്ടപ്പെടുത്തി വെക്കുക. അങ്ങനെയാകുമ്പോൾ ഫയുഹ്സില്ലാഹു അലൈക്കി, അല്ലാഹു തആല നിങ്ങളുടെ മേലും അത് തിട്ടപ്പെടുത്തി വെക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്നത് തടഞ്ഞു വെക്കും. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ചെലവഴിക്കണം, ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കണം. വലാ തൂഇ, നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്. കൊടുക്കാതെ എനിക്ക് എൻ്റെ ജീവിത മാർഗത്തിനുള്ളതാണ്, എനിക്കെൻ്റെ അവസാനം വരെ ജീവിക്കാനുള്ളതാണ്, കൊടുത്താൽ അത് കുറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഫയുഇല്ലാഹു അലൈക്ക്, അള്ളാഹു നിങ്ങളുടെ മേലും സൂക്ഷിച്ചു വെക്കും, തരാതെ തടഞ്ഞു വെക്കും. അപ്പോൾ അല്ലാഹു തആല നൽകിയ അനുഗ്രഹം, സമ്പത്ത്, അത് നിങ്ങൾ ചെലവഴിക്കണം. അത് തീർന്നു പോകുമോ, നശിച്ചു പോകുമോ, ഞാൻ കൊടുത്താൽ അത് കുറഞ്ഞു പോകൂലേ എന്നിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുക എന്ന് കുറഞ്ഞാൽ അത് എൻ്റെ സമ്പത്തിന് കുറഞ്ഞു പോകുമല്ലോ എന്ന് അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി സൂക്ഷിച്ചു വെക്കരുത്. നിങ്ങളെന്താവണം, ചെലവഴിക്കണം. ചെലവഴിക്കുമ്പോഴേ ബറക്കത്തുണ്ടാവുള്ളൂ. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അത് മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ളതാണ്. അങ്ങനെ സഹായിക്കുമ്പോഴേ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവുള്ളൂ, ബറക്കത്തുണ്ടാവുള്ളൂ. അത് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയും, സമ്പത്തിൻ്റെ വളർച്ചയെ അല്ലാഹു തടഞ്ഞു വെക്കും എന്നാണ് ഹദീസ് നൽകുന്നത്. അസ്മാ ബിബി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുയുടെ ഭാര്യയാണ്. അപ്പോൾ അസ്മാ ബിബി ചോദിക്കുകയാണ് മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കയ്യിൽ എൻ്റെ ഭർത്താവ് തന്ന കാശല്ലാതെ, പണമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല, അതിൽ നിന്ന് ഞാൻ ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണ്. അപ്പോൾ ഭർത്താവ് കൊടുത്ത കാശിൽ നിന്ന് ചെലവഴിക്കാം, ഭർത്താവിന് സമ്മതമുണ്ടെന്നറിഞ്ഞാൽ ചെലവഴിക്കാം. അതേസമയത്ത് ഭർത്താവിന് തൃപ്തിയില്ലാതെ ചെലവഴിക്കാനും പാടില്ല. എന്നാൽ ഭർത്താവിന് സമ്മതമാണല്ലോ എന്ന് കരുതി ഉള്ളത് മുഴുവൻ എടുത്തു കൊടുക്കാനും പാടില്ല. അത് അതിൻ്റെ തോതനുസരിച്ച് ഭർത്താവിന് സാധാരണ എത്ര കൊടുക്കുന്നത്, ആരെങ്കിലുമൊക്കെ വന്നാൽ കൊടുക്കുന്നത്, സഹായിക്കുന്നത് ഇഷ്ടമാണ്, താല്പര്യമാണ് എന്നറിഞ്ഞാൽ അതിനനുസരിച്ച് ചെലവഴിക്കേണ്ടതാണ്. ചെലവഴിക്കാതെ പിടിച്ചു വെക്കരുത്. അപ്പോൾ അത് ബറക്കത്തെടുത്ത് കളയാൻ, സമ്പത്തിൻ്റെ വളർച്ചയെ തടയാൻ കാരണമാകും. വലിയ ബിസിനസ്സാണ്, നല്ല വരുമാനമുണ്ട്, പക്ഷെ കൊടുക്കാൻ വളരെ പിശുക്കനാണ്. അല്ലാഹു തആല ബിസിനസ് തകർത്തു കളയും. തുടക്കത്തിലൊക്കെ നല്ല ഉഷാറുണ്ടാവും, പക്ഷെ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ആ ബിസിനസ്സും വരുമാനമൊക്കെ നശിച്ചു പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് ധാരാളം കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. അത് വളരെ വളർച്ചക്കും ഉന്നതിയിലെത്താനും അത് കാരണമാകും. അല്ലാഹു അവൻ നൽകിയ സമ്പത്ത് അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.